ഹായ് ഫ്രണ്ട്സ്, ബി സ്ട്രോങ് ബി ബോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന കുറച്ച് വർക്കൗട്ടുകളാണ്. ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടുതലാണ്, തീവ്രത കൂടിയ വർക്കൗട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 2-3 ആഴ്ചയൊക്കെ നിങ്ങളുടെ ശരീരഭാരം നല്ല രീതിയിൽ തന്നെ കുറയുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വർക്കൗട്ടായിട്ട് നമുക്ക് ജമ്പിങ് ഒബ്ലിക് ട്വിസ്റ്റ് ചെയ്യാം. അടുത്തൊരു വർക്കൗട്ടായിട്ട് നമുക്ക് സ്റ്റാർ ജമ്പാണ്. നെക്സ്റ്റ് വർക്കൗട്ട് ബർപ്പീസ്. അടുത്തൊരു വർക്കൗട്ട് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഇതുപോലെ കാലിൻ്റെ ആംഗിളിലേക്ക് ഒന്ന് ക്യാച്ച് ചെയ്യുക, ഷോൾഡർ താഴെ പാരലായിട്ട് ടച്ച് ചെയ്തിട്ട് ബോഡി ഇതുപോലെ ഒന്ന് റേസ് ചെയ്യുക, ഹിപ്പൊന്ന് റേസ് ചെയ്യുക. അടുത്തായിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ട് സ്കീ ഹോപ്പ്. എക്സസൈസ് ചെയ്യുന്നതിന് അതുപോലെ കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിരിക്കുക, ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് ഓപ്പോസിറ്റ്. അടുത്തായിട്ട് ചെയ്യുന്ന വർക്കൗട്ട് ലെഗ് സൈഡ് റൈസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വർക്കൗട്ടായിട്ട് ചെയ്യുന്നത് മൗണ്ടൻ ക്ലൈംബിങ്. ഈ ഫാറ്റ് ലോസും വെയിറ്റ് ലോസിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർക്കൗട്ടിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു മികച്ച ഡയറ്റ് പ്രോഗ്രാം കൂടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ കുറച്ച് വണ്ണം കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് അരി, ഗോതമ്പ്, അതുപോലെ മൈദ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ നല്ല രീതിയിൽ ആഡ് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ ഗ്രോത്തിനും പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ അത്യാവശ്യം നിങ്ങൾ കഴിക്കുന്ന, കാരണം നമ്മൾ ഡെയിലി ഫുഡിൽ നിന്നൊക്കെ പ്രോട്ടീൻ വളരെ കുറവായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടും കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അനുസരിച്ച് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു ദിവസം ഒരു 2-3 ലിറ്റർ വെള്ളം ഒന്ന് കുടിക്കുക. 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചേരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന് കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വർക്കൗട്ട് മാത്രം ചെയ്ത് നമ്മളെ തടിയും കുറയത്തില്ല, ഫാറ്റും കുറയത്തില്ല, നമ്മൾ ഓരോ ദിവസം നമുക്ക് മടുപ്പായി മാറും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വർക്കൗട്ടിൻ്റെ കൂടെ
നമ്മുടെ വേറെ മറ്റൊന്നുമില്ല, നമ്മൾ ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഊർജ്ജം നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജ്ജം നമ്മൾ ചിലവാക്കിയില്ലെങ്കിൽ, നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അധ്വാനിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് ചിലവായി പോയില്ലെങ്കിൽ അത് ഫാറ്റായിട്ട് നമ്മൾ സ്റ്റോറേജ് ചെയ്യും അല്ലേ. ഇതാണ് നമുക്ക് പിന്നെ അമിതവണ്ണമായിട്ടും ഭാരം കൂടുതലായിട്ടൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് പ്രോഗ്രാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഡയറ്റ് പ്രോഗ്രാം, ഒരേ ഡയറ്റ് തന്നെ എല്ലാവർക്കും ഫലം കാണണമെന്നില്ല. പലരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ച് ആ ഒരു പ്രോഗ്രാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചേർന്ന ഒരു ഡയറ്റ് ഏതാണോ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യം ഫോളോ ചെയ്യുക. അതിനൊപ്പം വർക്കൗട്ടും കൂടി ആഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.